മജ്ജ്ഹിമ നികായ 70 കീടാഗിരി സുത്ത. ഈ സുത്തത്തിൽ ഭഗവാൻ ഭിക്ഷുക്കളോട് രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരോഗ്യമുണ്ടാകും, രോഗങ്ങളുണ്ടാകില്ല, നമ്മുടെ ശരീരത്തിന് ലഘുത്വമുണ്ടാകും, ബലമുണ്ടാകും, അതേപോലെ തന്നെ സുഖമായിട്ടുള്ള ജീവിതമായിരിക്കും നമ്മൾക്ക് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ ഭിക്ഷുക്കളോട് പറയുന്നുണ്ട്. അതുകൂടാതെയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെ മോഡേൺ സയൻസും അംഗീകരിക്കുന്നുണ്ട്. ഒരു പുസ്തകമുണ്ട്, ബീയിങ് ഹംഗ്രി മേക്സ് യു ഹെൽത്തി എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകം ഒരു ജപ്പാനീസ് ഡോക്ടറാണ് എഴുതിയത്. അദ്ദേഹം 20 വർഷത്തോളം റിസർച്ച് ചെയ്തതിന് ശേഷം പറഞ്ഞു, ഒരു നേരം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെല്ലാം മാറി നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കും എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഭഗവാൻ 2500 വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം അനുഭവത്താൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ രോഗികളായവർ, അതേപോലെ തന്നെ ധാരാളമായിട്ട് തടിയുള്ളവർ, ഇങ്ങനെയുള്ളവർ എല്ലാവരും തന്നെ കുറേ കാലം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, രാത്രി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് മാത്രം ഒരു നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വളരെ നല്ല മാറ്റമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഉടൻ തന്നെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യരുത്. അതായത് 4-5 നേരം ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉടൻ തന്നെ ഒരു നേരമാക്കരുത്. ആദ്യം അതിനെ 3 നേരമായിട്ട് കമ്മിയാക്കുക, പിന്നെ കുറച്ച് കാലം 2-3 മാസം 2 നേരം മാത്രം കഴിക്കുക, അതിനുശേഷം ഒരു നേരമാക്കുക. അങ്ങനെയാണ് ക്രമേണയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരീരത്തിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ 6 മാസക്കാലം ഇതേ രീതി ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. വളരെ ഗുണകരമായിരുന്നു. ഞാൻ 12 വർഷത്തിലേറെയായിട്ട് രാത്രി ഭക്ഷണം കഴിക്കാറില്ല. 2 നേരം മാത്രമാണ് ഭക്ഷണം. വളരെ എളുപ്പത്തിൽ ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വഴിയാണ് ഈ ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളത്. പ്രത്യേകിച്ച് രോഗികളാകാൻ ആഗ്രഹിക്കാത്തവർ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് രാത്രി ഭക്ഷണം ഒഴിവാക്കുക. അവസാനത്തെ ഭക്ഷണം 5 മണിക്ക് കഴിക്കുക. ഇങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മിക്ക രോഗങ്ങളും, ഏകദേശം 50%-ലധികം രോഗങ്ങളും അതേപോലെ തന്നെ ഇല്ലാതാവും. സൂര്യനും നമ്മളുടെ ഉള്ളിലെ അഗ്നിയും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജഠരാഗ്നി തീവ്രമായിരിക്കുക. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കും. പക്ഷേ രാത്രി ആ സൂര്യൻ ഇല്ലാത്തതിനാൽ അഗ്നിധാതു കമ്മിയായിരിക്കും. നമുക്ക് നേരെ സൂത്രത്തിലേക്ക് പോകാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ കാസിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഭിക്ഷുസംഘങ്ങളോടൊത്ത് വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല. അത് കാരണം ഭിക്ഷുക്കളെ, ഞാൻ ഇങ്ങനെ കണ്ടു, എൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതാണ്, രോഗങ്ങളില്ല, ശരീരത്തിന് ലഘുത്വമുണ്ട്, ശരീരത്തിന് ബലമുണ്ട്, സുഖമായിട്ടുള്ള ജീവിതമാണ് എനിക്ക് ലഭിക്കുന്നത്. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങളും രാത്രി ഭക്ഷണം ഒഴിവാക്കുക. നിങ്ങളും രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആരോഗ്യമുണ്ടാകും, നിങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാകില്ല, നിങ്ങൾക്കും ബലമുണ്ടാകും, നിങ്ങൾക്കും ശരീരത്തിൽ ലഘുത്വമുണ്ടാകും, സുഖകരമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങളുടേത്. ശരി ബന്ദേ എന്ന് പറഞ്ഞ് അവർ പ്രത്യുത്തരം കൊടുത്തു. അങ്ങനെ ഭഗവാൻ കാസിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്രമേണ ചാരിക ചെയ്തുകൊണ്ട് കീടാഗിരി എന്ന് പറയുന്ന കാസിസിലെ ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഭഗവാൻ അവിടെ വിഹരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആയുഷ്മാൻ അസാജിയെയും ആയുഷ്മാൻ പുനഭാസുകയെയും പിന്തുടരുന്ന കുറേ ഭിക്ഷുക്കൾ കീടാഗിരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഭിക്ഷുക്കൾ അവരുടെ അടുത്ത് പോയി എന്നിട്ട് അവരോടിങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, ഭഗവാൻ രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിക്ഷുസംഘവും രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് രോഗങ്ങൾ കമ്മിയാണ്, ആരോഗ്യമുണ്ട്, ശരീരത്തിന് ലഘുത്വമുണ്ട്, ശരീരത്തിന് ബലമുണ്ട്, ശരീരത്തിന് സുഖകരമായിട്ടുള്ള അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. നിങ്ങളും അതേപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണം ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആരോഗ്യമുണ്ടാകും, നിങ്ങൾക്കും രോഗങ്ങൾ ഇല്ലാതിരിക്കും, നിങ്ങളുടെ ശരീരവും ലഘുത്വമായിരിക്കും, നിങ്ങൾക്ക് ബലമുണ്ടാകും, സുഖകരമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങളുടേത്. ആ ഭിക്ഷുക്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ അസാജിയെയും അതേപോലെ തന്നെ പുനഭാസുകനെയും പിന്തുടരുന്ന ഭിക്ഷുക്കൾ അവർ ഇങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, ഞങ്ങൾ വൈകിട്ടും ഭക്ഷണം കഴിക്കാറുണ്ട്, രാവിലെയും ഭക്ഷണം കഴിക്കാറുണ്ട്, തെറ്റായിട്ടുള്ള സമയങ്ങളിലും ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ടും ഞങ്ങളിങ്ങനെ കാണുന്നു, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, രോഗങ്ങൾ ഒന്നും തന്നെയില്ല, ഞങ്ങൾക്ക് ബലമുണ്ട്, ഞങ്ങളുടെ ശരീരത്തിൽ ലഘുത്വമുണ്ട്, ഞങ്ങൾ സുഖകരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്.
അതിനാൽ ഞങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭ്യമാണ്. അതിനാൽ ഭാവിയിൽ ഈ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് അതിനെ ഉപേക്ഷിക്കുന്നത്? അതിനാൽ ഞങ്ങൾ രാവിലെയും ഭക്ഷണം കഴിക്കും, രാത്രിയും ഭക്ഷണം കഴിക്കും, അതുപോലെ ദിവസത്തിൽ അകാലത്തിലും വികാലത്തിലും ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ ഭിക്ഷുക്കൾക്ക് അസാജിയെയും അതേപോലെ തന്നെ പുനഃഭാസുകനെയും പിന്തുടരുന്ന ആ ഭിക്ഷുക്കളെ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർ ഭഗവാന്റെ അടുത്ത് തിരിച്ചു വന്നു, അദ്ദേഹത്തെ വന്ദിച്ചു, എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് നടന്ന കാര്യങ്ങളെല്ലാം അവർ വിവരിച്ചു. ബന്ദേ, ഞങ്ങൾ അസാജിയെയും പുനഃഭാസുകനെയും പിന്തുടരുന്ന ഭിക്ഷുക്കളോട് പോയിട്ട് പറഞ്ഞു, രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും, രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല, ബലമുണ്ടാകും, ലഘുത്വമുണ്ടാകും, സുഖജീവിതം തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രാവിലെയും ഭക്ഷണം കഴിക്കും, വൈകിട്ടും ഭക്ഷണം കഴിക്കും, തെറ്റായിട്ടുള്ള സമയത്തും ഭക്ഷണം കഴിക്കും, എന്നാലും ഞങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ബലമുണ്ട്, ലഘുത്വമുണ്ട്, സുഖമായിട്ടുള്ള ജീവിതം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഞങ്ങൾ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കുന്നത് എന്ന് അവർ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഒരു ഭിക്ഷുവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുവേ, ദയവ് ചെയ്ത് അസാജിയെയും അതേപോലെ തന്നെ പുനഃഭാസുകനെയും പിന്തുടരുന്ന ആ ഭിക്ഷുക്കളോട് എൻ്റെ പേരിൽ ഇങ്ങനെ പറയുക, ശാസ്താവ് നിങ്ങളെ വിളിക്കുന്നു. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷു പ്രത്യുത്തരം കൊടുത്തു. അതിനുശേഷം ആ ഭിക്ഷു മറ്റേ ഭിക്ഷുക്കളുടെ അടുത്ത് പോയി എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാന്മാരെ, ശാസ്താവ് താങ്കളെ വിളിക്കുന്നു. ശരി മിത്രമേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. അതിനുശേഷം ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു, എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഈ കാര്യം സത്യമാണോ? ഒരുപാട് ഭിക്ഷുക്കൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, ഭഗവാൻ രാത്രി ഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ്, അതുപോലെ തന്നെ ഭിക്ഷുസംഘങ്ങളും രാത്രി ഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ്. അത് ചെയ്തതുമൂലം അവർക്ക് ആരോഗ്യമുണ്ട്, രോഗങ്ങളില്ല, അവരുടെ ശരീരത്തിൽ ലഘുത്വമുണ്ട്, ബലമുണ്ട്, സുഖമായിട്ടുള്ള ജീവിതമാണ് അവരുടേത്. നിങ്ങളും രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ആരോഗ്യമുണ്ടാകും, രോഗങ്ങൾ ഒന്നും ഉണ്ടാകില്ല, ശരീരത്തിന് ലഘുത്വം ഉണ്ടാകും, ബലമുണ്ടാകും, അതേപോലെ തന്നെ സുഖകരമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങളുടേത്. അവർ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നോ, മിത്രങ്ങളെ, ഞങ്ങൾ വൈകിട്ടും ഭക്ഷണം കഴിക്കും, രാവിലെയും ഭക്ഷണം കഴിക്കും, തെറ്റായിട്ടുള്ള സമയത്തും ഭക്ഷണം കഴിക്കും. അതുമൂലം ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, രോഗമൊന്നുമില്ല, ലഘുത്വമുള്ളതാണ്, ബലമുള്ളതാണ്, സുഖമായിട്ടുള്ള ജീവിതമാണ് ഞങ്ങളുടേത്. അതിനാൽ ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഈ ഫലങ്ങൾ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഭാവിയിൽ കിട്ടാത്ത ഫലത്തിനു വേണ്ടി ഞങ്ങൾ ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നത്? അതിനാൽ ഞങ്ങൾ രാവിലെയും ഭക്ഷിക്കും, വൈകിട്ടും ഭക്ഷിക്കും, വികാല സമയത്തും ഞങ്ങൾ ഭക്ഷിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ? അതേ ബന്ദേ. അപ്പോൾ ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ധർമ്മത്തെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി എന്തു തന്നെ അനുഭവിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ആ അനുഭവം അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ആ സംവേദന അത് സുഖകരമായിക്കോട്ടെ ദുഃഖകരമായിക്കോട്ടെ അസുഖമായിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള സംവേദന ആയിക്കോട്ടെ, അതുമൂലം അവരുടെ അകുശലമായിട്ടുള്ള ധർമ്മങ്ങൾ കുറയും, കുശലമായിട്ടുള്ള ധർമ്മങ്ങൾ വർദ്ധിക്കും എന്ന് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബന്ദേ. ഇവിടെ ഭഗവാൻ പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സുഖമുള്ള വേദനയും അല്ലെങ്കിൽ സംവേദനയും ദുഃഖമുള്ളതും അല്ലെങ്കിൽ ന്യൂട്രലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളുടെ അകുശലധർമ്മങ്ങൾ കുറയും, കുശലധർമ്മം വർദ്ധിക്കും എന്നാണോ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇവിടെ കുശലധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുശലധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യധർമ്മം, രാഗമില്ലാത്ത, ദ്വേഷമില്ലാത്ത, മോഹമില്ലാത്ത ധർമ്മത്തെയാണ് കുശലധർമ്മം എന്ന് പറയുന്നത്. അകുശലധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപധർമ്മം, അതിൽ രാഗമുണ്ട്, ദ്വേഷമുണ്ട്, മോഹമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കർമ്മമാണ് ഇവിടെ പറയുന്നത്, പുണ്യകർമ്മവും അതേപോലെ തന്നെ പാപകർമ്മവും. പുണ്യകർമ്മം എന്ന് പറയുന്നത് കുശലധർമ്മം, പാപധർമ്മം എന്ന് പറയുന്നത് അകുശലധർമ്മം. ഭിക്ഷുക്കളെ, ഞാൻ പഠിപ്പിച്ച ധർമ്മം ഈ രീതിയിലാണ് എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ചിലർ ഈ രീതിയിലുള്ള സുഖത സംവേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ അകുശല ധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. എന്നാൽ മറ്റുള്ളവർ മറ്റൊരു തരത്തിലുള്ള സുഖകരമായിട്ടുള്ള അനുഭവങ്ങളെ അനുഭവിക്കുന്ന സമയത്ത്
അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. എന്നാൽ ചിലർ ഈ തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. എന്നാൽ ചിലർ ഇത്തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. എന്നാൽ ചിലർ ഈ രീതിയിലുള്ള അസുഖ അനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കമ്മിയാകുന്നു. എന്നാൽ ചിലർ ഇത്തരത്തിലുള്ള അസുഖ സംവേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഇങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? അതേ ബന്ധേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഇവിടെ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സുഖസംവേദനകളിലും രാഗമില്ല, എല്ലാ ദുഃഖ സംവേദനകളിലും ദ്വേഷമില്ല, എല്ലാ അസുഖ ആയിട്ടുള്ള ന്യൂട്രൽ സംവേദനകളിലും അവിദ്യയില്ല. ഇത് നമ്മൾ മുൻപിലും ഒരുപാട് സൂത്രങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയാണ്, കുശലധർമ്മങ്ങൾ കുറയുകയാണ്. എന്നാൽ ധ്യാനത്തിലെ പ്രീതി സുഖം അത് അനുഭവിക്കുന്ന സമയത്ത് കുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയാണ്, അകുശലധർമ്മങ്ങൾ കുറയുകയാണ്. ഇതിനു പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇന്ദ്രിയ സുഖങ്ങളെയും അതേപോലെ തന്നെ ധ്യാനത്തിലെ സുഖത്തിനെയും ഒരേപോലെ നിങ്ങൾ ഒരിക്കലും കാണരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. സാധു ഭിക്ഷവേ, വളരെ നന്നായി ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഞാൻ ഇതിനെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ചിലർക്ക് ഇത്തരത്തിലുള്ള സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സംവേദനകൾ ഉണ്ടാകുന്നു. ആ സമയത്ത് അവരുടെ അകുശല ധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. ഇത് അറിയാതെ ഞാൻ അവരോട് പറയുകയാണ്, ഈ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാകുമോ? ഇല്ല ബന്ധേ. എന്നാൽ ഭിക്ഷുക്കളെ, ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യത്തെ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിലുള്ള സുഖമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, അവരുടെ കുശലധർമ്മങ്ങൾ കമ്മിയാകുന്നു. അത് ഇപ്രകാരമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇത്തരത്തിലുള്ള സുഖാനുഭവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതായത് ഇത്തരത്തിലുള്ള സുഖവേദനയെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഭിക്ഷുക്കളെ, ഉദാഹരണത്തിന് ഞാൻ ഈ കാര്യം എൻ്റെ പ്രജ്ഞയാൽ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലുള്ള സുഖസംവേദനകൾ അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അകുശലം ആയിട്ടുള്ള ധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഇത് അറിയാതെ ഞാനിങ്ങനെ പറയുകയാണ്, നിങ്ങൾ ആ സുഖകരമായിട്ടുള്ള സംവേദനകളിൽ ശ്രദ്ധ വയ്ക്കണം, എന്നിട്ട് അതിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ? ഇല്ല ബന്ധേ. എന്നാൽ ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യത്തെ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആരെങ്കിലും അത്തരത്തിലുള്ള സുഖത സംവേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഇത് ഇങ്ങനെയാണ്. അതിനാലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആ സുഖത സംവേദനയിൽ നിൽക്കണം, അതിനെ ഉപേക്ഷിക്കരുത്. അതായത് ചിലതരം സുഖസംവേദനകളിൽ അവിടെ തന്നെ നിൽക്കാനാണ് ഭഗവാൻ പറയുന്നത്, അതിനെ ഉപേക്ഷിക്കാൻ പറയുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ധ്യാനത്തിൻ്റെ സുഖം. ഭിക്ഷുക്കളെ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യത്തെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ആരെങ്കിലും ഒരു തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളെ അനുഭവിക്കുന്ന സമയത്ത് അകുശലധർമ്മങ്ങൾ അവരുടെ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. ഇതിനെപ്പറ്റി അറിയാതെ ഞാൻ ആ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല ബന്ധേ. എന്നാൽ ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യത്തെ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. ഇക്കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇത്തരം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളെ ഉപേക്ഷിക്കണം എന്ന്. ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യത്തെ
അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ അകുശല ധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഇത് അറിയാതെ നിങ്ങൾ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ? ഇല്ല ബന്ധേ. എന്നാൽ പ്രജ്ഞയാൽ ഞാൻ ആ കാര്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത്തരം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അകുശലധർമ്മങ്ങൾ അവരിൽ കുറയുന്നു, കുശലധർമ്മങ്ങൾ അവരിൽ വർദ്ധിക്കുന്നു. ഇക്കാര്യം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അത്തരം ദുഃഖദമായിട്ടുള്ള അനുഭവങ്ങളിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, ആ ദുഃഖ സംവേദനകളിൽ തന്നെ നിങ്ങൾ മനസ്സ് വയ്ക്കണം എന്ന് ഞാൻ പറയുന്നു. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഞാൻ എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യത്തെ മനസ്സിലാക്കിയിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം അസുഖ ആയിട്ടുള്ള സംവേദന ഉണ്ടാകുകയാണെങ്കിൽ, ന്യൂട്രലായിട്ടുള്ള സംവേദന ഉണ്ടാകുകയാണെങ്കിൽ അകുശലധർമ്മങ്ങൾ അവരിൽ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ അവരിൽ കുറയുന്നു. ഇത് അറിയാതെ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ അസുഖ സംവേദനകളെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല ബന്ധേ. എന്നാൽ ഞാൻ പ്രജ്ഞയാൽ ഈ കാര്യത്തെ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അസുഖ അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ അകുശല ധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. ഇത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള അസുഖ അനുഭവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് ഞാൻ അതിനെ എൻ്റെ പ്രജ്ഞയാൽ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആർക്കെങ്കിലും ഇത്തരം അസുഖമായിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അകുശല ധർമ്മങ്ങൾ അവരുടെ കുറയുന്നു, കുശലധർമ്മങ്ങൾ അവരുടെ വർദ്ധിക്കുന്നു. ഇത് അറിയാതെ നിങ്ങൾ ആ അസുഖ സംവേദനകളിൽ തന്നെ നിങ്ങളുടെ മനസ്സ് നിർത്തണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാകുമോ? ഇല്ല ബന്ധേ. എന്നാൽ ഭിക്ഷുക്കളെ, ഞാൻ പ്രജ്ഞയാൽ ഈ കാര്യത്തെ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അസുഖ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഇത് ഇങ്ങനെയാണ്. അതിനാലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള അസുഖ അനുഭവങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ അവിടെ തന്നെ നിർത്തണം. ഭിക്ഷുക്കളെ, ഈ എല്ലാ ഭിക്ഷുക്കളും തന്നെ ആലസ്യമില്ലാതെ അവർക്ക് എല്ലാ സമയത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതായത് എല്ലാ ഭിക്ഷുക്കളും വളരെ ജാഗ്രതയോടുകൂടി ജോലി ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെയും പറയുന്നില്ല, ഈ എല്ലാ ഭിക്ഷുക്കൾക്കും ജാഗ്രതയോടെ ജോലി ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭിക്ഷുക്കളെ, ഏതെങ്കിലും ഭിക്ഷു അർഹന്തനാണ്, ആസവങ്ങളെ ക്ഷീണമാക്കിയിട്ടുള്ളവനാണ്, അവരുടെ ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട്, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ഭാരം ഇറക്കി വെച്ചിട്ടുണ്ട്, അവരുടെ ലക്ഷ്യം നേടിയിട്ടുണ്ട്, പുനർജന്മത്തിൻ്റെ ബന്ധനങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്, മുക്തി നേടി പരിപൂർണമായിട്ട് വിമുക്തനായിട്ടുണ്ട്, അതായത് അർഹന്തനായിട്ടുണ്ട്. അത്തരം ഭിക്ഷുക്കൾക്ക് ജാഗ്രതയോടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അവരുടെ ജോലി അവർ ജാഗ്രതയോടുകൂടി തന്നെയാണ് ചെയ്തത്. ഇനി അവർക്ക് ജാഗ്രത ഇല്ലാതിരിക്കാൻ കഴിയില്ല. അതായത് അർഹന്തനായിട്ടുള്ള വ്യക്തി വളരെ ജാഗ്രതയോടുകൂടി സതി, അതേപോലെ തന്നെ സമ്പജന്യം, ഇത് എല്ലാ സമയത്തും 24 മണിക്കൂറും അത്രയും ജാഗ്രതയോടുകൂടി ജോലി ചെയ്തിട്ടാണ് അവർ അർഹന്തരായത്. അതിനാൽ അർഹന്തൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ രീതിയിലുള്ള ജോലി ചെയ്യേണ്ടതില്ല. കാരണം അവരുടെ മനസ്സ് എല്ലാ സമയത്തും ജാഗ്രതമാണ്. ഒരു ക്ഷണം പോലും അവരുടെ മനസ്സ് അതിൽ അവിദ്യ കടന്നുകൂടില്ല, അവർ പ്രമാദത്തിലാകില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ രീതിയിൽ ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ മനസ്സ് ജാഗ്രതമാണ് എല്ലാ സമയത്തും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഭിക്ഷുക്കളെ, ഇപ്പോൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭിക്ഷു, ആ ഭിക്ഷു ജാഗ്രതയോടുകൂടിയിട്ട് അഭ്യസിക്കേണ്ടതുണ്ട്. അവർക്ക് അനുത്തരമായിട്ടുള്ള ആ യോഗക്ഷേമം, അതായത് നിർവ്വാണം അവർക്ക് ലഭിച്ചിട്ടില്ല, അവർ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തമായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട്.
അതിൻ്റെ കാരണം എന്താണ്? എന്തെന്നാൽ ആ ആയുഷ്മാന്മാർ നിർജ്ജനമായിട്ടുള്ള ഒരു ഭവനത്തെ കണ്ടെത്തും, അവിടെ നല്ല മിത്രങ്ങളെ അവർ കണ്ടെത്തും, എന്നിട്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ അവർ നിയന്ത്രിക്കും. അപ്പോൾ ഇതേ ജീവിതത്തിൽ തന്നെ അവർ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ സത്യത്തെ അവർ സാക്ഷാത്കരിക്കും. എന്നിട്ട് അവർ സ്വന്തം ദർശനത്താൽ അതിനെ സാക്ഷാത്കരിച്ച് ജീവിക്കും. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നത്. ഈ ജാഗ്രതയുടെ ഫലം അവരിൽ കണ്ടിട്ടാണ് ഞാൻ അവരോട് ജാഗ്രതയോടുകൂടി ജോലി ചെയ്യാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ 7 തരത്തിലുള്ള വ്യക്തികളെ നമ്മൾക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും. ആ 7 പേർ ആരൊക്കെയാണ്? ഉപതോഭാഗ വിമുക്തോ, അതായത് 2 തരത്തിലും വിമുക്തരായിട്ടുള്ളവർ. പഞ്ഞാ വിമുക്തോ, പ്രജ്ഞയാൽ വിമുക്തമായിട്ടുള്ള വ്യക്തി. കായസഖി, ദിഠിപ്പത്തോ, സദ്ധാവിമുക്തോ, ധമ്മാനുസാരി, സദ്ധാനുസാരി. അതായത് ഭഗവാന്റെ ധർമ്മത്തിൽ പിന്തുടരുന്ന എല്ലാവരെയും ഈ 7 തരത്തിലായിട്ട് നമ്മൾക്ക് വിഭജിക്കാവുന്നതാണ്. കഥമോ ച ഭിക്കവേ പുഗ്കളോ ഉപതോഭാഗ വിമുക്തോ. ഭിക്ഷുക്കളെ, 2 തരത്തിലും വിമുക്തരായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ്? ഇത് ഭിക്കവേ ഏകച്ചോ പുഗ്കള യേ തേ സന്ത വിമോഖ അധിക്കമ്മ രൂപേ അരൂപ തേ കായേന ഫുസിത്വാ വിഹരതി പഞ്ഞായ ചസ്സദിസ്വ ആസവ പരീക്ഷീണാഹൊന്തി. ഭിക്ഷുക്കളെ, ചില വ്യക്തികളുണ്ട്, അവർ രൂപധ്യാനത്തെ അതിക്രമിച്ച് അരൂപധ്യാനത്തിലെത്തി അരൂപമായിട്ടുള്ള ആ ശാന്ത അവസ്ഥയെ ശരീരം കൊണ്ട് സ്പർശിച്ച് അതേപോലെ തന്നെ പ്രജ്ഞ കൊണ്ട് അതിനെ കണ്ട് ആസവങ്ങളെ ക്ഷീണിതമാക്കുന്നു. ഈ കാര്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കാം. ചില വ്യക്തികൾ രൂപധ്യാനത്തെ അതിക്രമിച്ച്, അതായത് 1 മുതൽ 4 വരെയുള്ള ധ്യാനങ്ങൾ, അതിനെയാണ് രൂപധ്യാനം എന്ന് പറയുക, അതിനെ അതിക്രമിച്ച് അരൂപധ്യാനത്തിലെത്തി, അതായത് 5 മുതൽ 8 വരെയുള്ള ധ്യാനം. അവിടെ രൂപമില്ല, അരൂപം, അതായത് മനസ്സാണ് അവിടെ ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ശാന്തകരമായിട്ടുള്ള ആ മുക്തി അവർ അനുഭവിച്ചു, അതായത് മനസ്സ് ശാന്തമായിട്ട് മുക്തമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ടാണ് അരൂപധ്യാനങ്ങളെ ശാന്തധ്യാനങ്ങൾ എന്ന് ഭഗവാൻ വിളിക്കുന്നത്, 5 തൊട്ട് 8 വരെയുള്ള ധ്യാനങ്ങൾ. അതുകൂടാതെ അവർ അതേ സമയത്ത് തന്നെ പ്രജ്ഞ കൊണ്ട് അതിനെ കാണുന്നു, എന്നിട്ട് ആസവങ്ങളെ ക്ഷീണിതമാക്കുന്നു. പ്രജ്ഞ എന്ന് പറയുമ്പോൾ അനിച്ഛ, ദുഃഖ, അനത്ത. അപ്പോൾ 2 തരത്തിലും അവർ കണ്ടു. ഒന്ന്, മനസ്സിനെ ശാന്തമാക്കി അവർ വിമുക്തരാക്കി, പിന്നീട് പ്രജ്ഞ കൊണ്ടും അവർ വിമുക്തരാക്കി. അപ്പോൾ ഈ രീതിയിലാണ് 2 തരത്തിലും വിമുക്തരായിട്ടുള്ള വ്യക്തികൾ ഉള്ളത് എന്ന് പറയുന്നത്. ഭഗവാൻ 2 തരത്തിലും വിമുക്തനാണ്. അയം വുച്ഛതി ഭിക്കവേ പുഗ്കളോ ഉപതോഭാഗ വിമുക്തോ. ഭിക്ഷുക്കളെ, ഈ വ്യക്തിയാണ് 2 തരത്തിലും വിമുക്തനായിട്ടുള്ള വ്യക്തി എന്ന് ഞാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, ഇനി ഈ വ്യക്തിക്ക് ജാഗ്രതയോടുകൂടി ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. അത് എന്തുകൊണ്ടാണ്? അവർ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഇനി അവർക്ക് ജാഗ്രത ഇല്ലാതെ ഇരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതായത് ഇത്തരത്തിലുള്ള വ്യക്തികൾ, ഉപതോ വിമുക്തരായിട്ടുള്ള വ്യക്തികൾ, അവർ എല്ലാ സമയത്തും ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കും. അവരുടെ ജാഗ്രത ഒരിക്കലും പോകില്ല. അതുകൊണ്ടാണ് ഇനി അവർക്ക് ജാഗ്രതയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. കഥമോച ഭിക്കവേ പുഗ്കളോ പഞ്ഞാ വിമുക്തോ. ഭിക്ഷുക്കളെ, ഈ പഞ്ഞാ വിമുക്തനായിട്ടുള്ള ഭിക്ഷു ആരാണ്? ഭിക്ഷുക്കളെ, ആ വ്യക്തിക്ക് രൂപധ്യാനത്തെ അതിക്രമിച്ച് അരൂപധ്യാനത്തിൻ്റെ ശാന്തമായിട്ടുള്ള ആ അനുഭവങ്ങൾ അവർ അനുഭവിച്ചിട്ടില്ല. എന്നിരുന്നു കഴിഞ്ഞാലും പ്രജ്ഞയാൽ കാര്യങ്ങളെ കണ്ട് അവരുടെ ആസവങ്ങൾ ക്ഷയിച്ചു. അയം വുച്ഛതി ഭിക്കവേ പുഗ്കളോ പഞ്ഞാവിമുക്തോ. ഇങ്ങനെയാണ് ഒരു വ്യക്തി പ്രജ്ഞാവിമുക്തൻ, പഞ്ഞയാൽ വിമുക്തനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ വ്യക്തിക്കും ഇനി ജാഗ്രതയോടെ ഒരു ജോലിയും ചെയ്യേണ്ടതില്ല. അത് എന്തുകൊണ്ടാണ്? ഈ വ്യക്തി ജാഗ്രതയോടുകൂടി തന്നെയാണ് തൻ്റെ ജോലി പൂർത്തിയാക്കിയത്. ഇനി ജാഗ്രതയില്ലാതെ ഈ വ്യക്തിക്ക് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല. കഥമോച ഭിക്കവേ പുഗ്കളോ കായസഖി. ഭിക്ഷുക്കളെ, ഈ കായസഖി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഭിക്ഷുക്കളെ, ഈ തരത്തിലുള്ള വ്യക്തികൾക്ക് രൂപത്തെ അതിക്രമിച്ച് അരൂപ ധ്യാനത്തിലെ ആ ശാന്തകരമായിട്ടുള്ള അവസ്ഥകളെ അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവർ പ്രജ്ഞയോടുകൂടിയും കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. അതുമൂലം ചില ആസവങ്ങൾ അവർക്ക് ഇല്ലാതായിട്ടുണ്ട്. ഭിക്ഷുക്കളെ, ഇത്തരം വ്യക്തികളെയാണ് ഞാൻ കായസഖി എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഇത്തരം വ്യക്തികൾ തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ്?
ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പറയുന്നത്, ഈ ആയുഷ്മാന്മാർ ഒരു പക്ഷേ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകും, എന്നിട്ട് നല്ല മിത്രങ്ങളോട് അവർ ഒരുമിക്കും, എന്നിട്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ അവർ നിയന്ത്രിക്കും. അപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ അനുത്തരമായിട്ടുള്ള ആ യോഗക്ഷേമം അവർക്ക് ഒരുപക്ഷെ അനുഭവിക്കാൻ സാധിക്കും. അതിനെ സ്വന്തം അനുഭവത്താൽ ദർശിച്ച് അവർക്ക് ജീവിക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരു കുലപുത്രൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായിട്ട് തീരുന്നത്. ആ ഭിക്ഷുവിൽ ഈ ജാഗ്രതയുടെ ഫലമാണ് ഞാൻ ദർശിക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് ഞാൻ വീണ്ടും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യണം എന്ന് പറയുന്നത്. കഥമോ ച ഭിക്കവേ പുഗ്കളോ ദിട്ടിപ്പത്തോ. ദിട്ടിപ്പത്തൻ എന്ന വ്യക്തി ആരാണ്? ഈ വ്യക്തിക്ക് അരൂപധ്യാനങ്ങളിലൂടെ പോയി ശാന്തമായിട്ടുള്ള ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിരുന്നു കഴിഞ്ഞാലും പ്രജ്ഞയാൽ കണ്ട് അവരുടെ ചില ആസവങ്ങൾ കമ്മിയായിട്ടുണ്ട്. അതുകൂടാതെ അവർ അവരുടെ പ്രജ്ഞയാൽ തഥാഗതൻ്റെ ധർമ്മവും അതേപോലെ തന്നെ വിനയവും ശരിയായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭിക്ഷുക്കളെ, ഈ വ്യക്തിയാണ് ദിട്ടിപ്പത്തോ എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ വ്യക്തിക്കും ജാഗ്രതയോടെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ഈ ആയുഷ്മാന്മാർ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തും, അവിടെ നല്ല സുഹൃത്തുക്കളുമായിട്ട് അവർ കൂട്ടുകൂടും, എന്നിട്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ അവർ നിയന്ത്രിക്കും. അപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം അവർ മനസ്സിലാക്കും. എന്നിട്ട് സ്വന്തം ദൃഷ്ടിയാൽ അതിനെ അനുഭവിച്ചുകൊണ്ട് അവർ വിഹരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരു കുലപുത്രൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നത്. ഈ വ്യക്തികൾക്ക് ജാഗ്രതയുടെ ഈ ഫലം കണ്ടിട്ടാണ് ഞാൻ അവരോട് ജാഗ്രതയോടുകൂടി ജീവിക്കാൻ പറയുന്നത്. കഥമോ ച ഭിക്കവേ പുഗ്കളോ ശ്രദ്ധാവിമുക്തോ. ഭിക്ഷുക്കളെ, ശ്രദ്ധാവിമുക്തനായിട്ടുള്ള വ്യക്തി ആരാണ്? ഈ വ്യക്തിക്കും രൂപധ്യാനങ്ങളെ അതിക്രമിച്ച് അരൂപധ്യാനത്തെ ആ ശാന്തമായിട്ടുള്ള അവസ്ഥ അവർ അനുഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും അവർ പ്രജ്ഞയാൽ കണ്ടിട്ടുണ്ട്. അതിനാൽ അവരുടെ ചില ആസവങ്ങൾ അവസാനിച്ചു. അതുമൂലം അവരുടെ ശ്രദ്ധ ഉറച്ചതാണ്. തഥാഗതനിൽ അവരുടെ ശ്രദ്ധ വളരെ ദൃഢമായിട്ട് ഉറച്ചിരിക്കുകയാണ്. ഭിക്ഷുക്കളെ, ഇത്തരം വ്യക്തിയാണ് ശ്രദ്ധാവിമുക്തോ എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഇത്തരം വ്യക്തികൾക്ക് ഇനിയും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ ആയുഷ്മാന്മാർ തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള താമസ സ്ഥലങ്ങളെ കണ്ടുപിടിക്കും. എന്നിട്ട് അവർ നല്ല മിത്രങ്ങളോടുകൂടി കൂടിയിരിക്കും. അതിനുശേഷം അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. അതുമൂലം ഈ ജീവിതത്തിൽ തന്നെ അവർക്ക് അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ഉണ്ടാകും. അത് അവരുടെ സ്വന്തം ദർശനത്താൽ അവർ കണ്ട് അവർ ജീവിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരു കുലപുത്രൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നത്. ഭിക്ഷുക്കളെ, ജാഗ്രതയുടെ ഈ ഫലം കണ്ടുകൊണ്ടാണ് ഈ വ്യക്തികൾ ഇനിയും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. കഥമോച ഭിക്കവേ പുഗ്കളോ ധമ്മാനുസാരി. ഭിക്ഷുക്കളെ, ധമ്മാനുസാരി എന്ന വ്യക്തി ആരാണ്? ഭിക്ഷുക്കളെ, ഈ വ്യക്തിക്കും രൂപധ്യാനത്തെ അതിക്രമിച്ച് അരൂപധ്യാനത്തിലെ ആ ശാന്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രജ്ഞയാൽ കണ്ട് അവരുടെ ചില ആസവങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അതിനാൽ പ്രജ്ഞയാൽ അവർ കണ്ട് തഥാഗതൻ്റെ ഈ ധർമ്മത്തെ അവർ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് താഴെ പറയുന്ന ഗുണങ്ങളുണ്ട്. സദ്ധീന്ദ്രിയം, വീരീന്ദ്രിയം, സതീന്ദ്രിയം, സമാധീന്ദ്രിയം, പഞ്ഞീന്ദ്രിയം. അതായത് നമ്മൾക്ക് 5 നീവരണങ്ങൾ അല്ലെങ്കിൽ 5 ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഓപ്പോസിറ്റായിട്ട് അവരെ നേരിടാൻ നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ 5 ബലങ്ങൾ ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്ന സമയത്ത് ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്നൊക്കെ പറയാം. വീര്യം, പ്രയത്നം. സതി, മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ജാഗ്രത. സമാധി എന്ന് പറയുന്ന സമയത്ത് സമാധി തന്നെ. പഞ്ഞ എന്ന് പറയുന്ന സമയത്ത് പ്രജ്ഞ. ഈ 5 ഇന്ദ്രിയങ്ങൾ, ഇത് തന്നെയാണ് 5 ബലങ്ങൾ എന്ന് പറയുന്നത്. അയം ഉച്ചതി ഭിക്കവേ പുഗ്കളോ ധമ്മാനുസാരി. ഭിക്ഷുക്കളെ, ഈ വ്യക്തിയാണ് ഞാൻ ധമ്മാനുസാരി എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ വ്യക്തിക്കും ജാഗ്രതയോടുകൂടി ഇനിയും ജോലി ചെയ്യേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ വ്യക്തി അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തും. അവിടെ ആ വ്യക്തി നല്ല സുഹൃത്തുക്കളെ കാണും. എന്നിട്ട് ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. അതുമൂലം ഈ ജീവിതത്തിൽ തന്നെ അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം അവർ അനുഭവിക്കും. എന്നിട്ട് അതിനെ സ്വന്തം ദർശനത്താൽ അനുഭവിച്ച് അവർ ജീവിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഒരു കുലപുത്രൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുജീവിതം തിരഞ്ഞെടുക്കുന്നത്. ഈ ജാഗ്രതയുടെ ഫലം ഇവരിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്.
അവർ ഇനിയും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട് എന്ന്. കഥമോച ഭിക്കവേ പുഗ്കളോ സദ്ധാനുസാരി. ഭിക്ഷുക്കളെ, സദ്ധാനുസാരി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഭിക്ഷുക്കളെ, ഇവർക്കും രൂപധ്യാനങ്ങളെ അതിക്രമിച്ച് അരൂപധ്യാനത്തിലെ ആ ശാന്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും പ്രജ്ഞയാൽ കണ്ട് അവരുടെ ചില ആസവങ്ങൾ ശാന്തമായിട്ടുണ്ട്. അതിനാൽ തഥാഗതനിൽ അവർക്ക് ഒരു പരിധിവരെ ശ്രദ്ധയും പ്രേമവും ഉണ്ട്. അവർക്കും താഴെ പറയുന്ന ഗുണങ്ങളുണ്ട്: ശ്രദ്ധ, വിരിയ, സതി, സമാധി, പഞ്ഞ. അവർക്കും ഈ 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ 5 ബലങ്ങൾ ഉണ്ട്. അയം ഉച്ചതി ഭിക്കവേ പുഗ്കളോ സദ്ധാനുസാരി. ഭിക്ഷുക്കളെ, ഈ വ്യക്തിയാണ് ഞാൻ സദ്ധാനുസാരി എന്ന് പറയുന്നത്. ഈ ഭിക്ഷുവിനും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ വ്യക്തി ശരിയായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കും, എന്നിട്ട് നല്ല സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടും. അതിനുശേഷം അവർ അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. അപ്പോൾ അവർക്ക് ഈ ജീവിതത്തിൽ തന്നെ അനുത്തരമായിട്ടുള്ള ആ യോഗക്ഷേമം, അതായത് നിർവ്വാണം അനുഭവിക്കാൻ സാധിക്കും. അത് അവരുടെ സ്വന്തം ദർശനത്താൽ അനുഭവിച്ച് അവർക്ക് ഇവിടെ ജീവിക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുജീവൻ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഈ ജാഗ്രതയുടെ ഫലം കണ്ടിട്ടാണ് ഞാൻ അവരോട് വീണ്ടും ജാഗ്രതയോടുകൂടി ജോലി ചെയ്യാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, മുക്തി ഉടൻ തന്നെ ലഭിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മുക്തി ലഭിക്കുന്നത് തുടർച്ചയായിട്ടുള്ള അഭ്യാസത്താലാണ്, തുടർച്ചയായിട്ടുള്ള മുന്നേറ്റത്താലാണ്, തുടർച്ചയായിട്ടുള്ള ധ്യാനത്തിലാണ്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ക്രമേണയുള്ള അഭ്യാസത്താൽ, ക്രമേണയുള്ള മുന്നേറലാൽ, മാർഗത്തിൻ്റെ സഞ്ചാരത്തിനാൽ മുക്തി ലഭിക്കുന്നത്? ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭിക്ഷുക്കളെ, ഒരു വ്യക്തിക്ക് ആദ്യം ശ്രദ്ധ ഉണ്ടാകുന്നു. അപ്പോൾ അവർ ഒരു ഗുരുവിനെ സന്ദർശിക്കുന്നു. അവർ ആ ഗുരുവിനെ വന്ദിക്കുന്നു, ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു, ധർമ്മത്തെ ശ്രവിക്കുന്നു, ആ ധർമ്മത്തെ അവർ ഓർക്കുന്നു, അതിൻ്റെ അർത്ഥത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നു, എന്നിട്ട് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അവരിൽ ഉത്സാഹമുണ്ടാകുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് പ്രയത്നിക്കാൻ തുടങ്ങുന്നു. അവർ അതിനെ തുലനം ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ അന്തിമ സത്യം അവർ കാണാൻ സാധിക്കുന്നു. അവരുടെ പ്രജ്ഞയാൽ അവർക്ക് ആ അന്തിമ സത്യം കാണാൻ സാധിക്കുന്നു. അതിനാൽ ഭിക്ഷുക്കളെ, ഒരു വ്യക്തിക്ക് ശ്രദ്ധയില്ല, അപ്പോൾ ആ വ്യക്തി ഒരു ഗുരുവിനെ സമീപിക്കുന്നില്ല, അപ്പോൾ ആ വ്യക്തിയെ വന്ദിക്കുന്നില്ല, അതിനാൽ കേൾക്കുന്നില്ല, ധർമ്മത്തെ ശ്രവിക്കുന്നില്ല, ധർമ്മത്തെ ഓർക്കുന്നില്ല, അതിൻ്റെ അർത്ഥത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതിനെ ചിന്തിച്ച് അതിനെ സ്വീകരിക്കുന്നില്ല. അതിനാൽ അവർക്ക് ഉത്സാഹമുണ്ടാകുന്നില്ല, അതിനാൽ അവർ പ്രയത്നിക്കുന്നില്ല, അതിനാൽ തുലനം ഉണ്ടാകുന്നില്ല, അതിനാൽ പ്രയത്നമുണ്ടാകുന്നില്ല. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ തെറ്റായിട്ടുള്ള പാതയിലാണ് പോകുന്നത്. നിങ്ങൾ തെറ്റായ വഴിക്കാണ് പോകുന്നത്. ആ മൂഢന്മാരായിട്ടുള്ള വ്യക്തികൾ ശരിയായിട്ടുള്ള ധർമ്മവിനയത്തിൽ നിന്ന് എത്രയധികം വ്യതിചലിച്ചു. ഭിക്ഷുക്കളെ, ധർമ്മത്തെ മനസ്സിലാക്കുന്നതിന് ഈ 4 പ്രസ്താവനകളുണ്ട്. അതുമൂലം പ്രജ്ഞയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അത് നിങ്ങളോട് പറയാം. ഭിക്ഷുക്കളെ, അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭിക്ഷുക്കളെ, ധർമ്മത്തിൻ്റെ അടുത്ത് ആരാണ് നിൽക്കുന്നത്? ആർക്കാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക? ഭൗതിക സുഖത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗുരു, ഭൗതിക സുഖത്തിൻ്റെ അവകാശി, ഭൗതിക സുഖത്തിൽ പെട്ടുകിടക്കുന്നവൻ. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യില്ല. തഥാഗതനെപ്പറ്റി എന്തു പറയാനാണ്? അദ്ദേഹം ഭൗതിക സുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്ന് കഴിയുന്ന വ്യക്തിയാണ്. ഏതൊരു ഭിക്ഷു ധർമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഇത് ആ ധർമ്മത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാനാണ് എൻ്റെ ശാസ്താവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഭഗവാന് എല്ലാം അറിയാം, എനിക്ക് ഒന്നും അറിയില്ല. ഏതൊരു ശ്രാവകന് ശ്രദ്ധയുണ്ടോ, ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ വ്യക്തി അഭ്യസിക്കുന്നുണ്ടോ, അപ്പോൾ ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾ ആ വ്യക്തിയെ പോഷിപ്പിക്കുന്നു, ആ വ്യക്തിക്ക് ഗുണമുണ്ടാക്കുന്നു. ശ്രദ്ധയോടുകൂടി ശാസ്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അഭ്യസിക്കുന്ന വ്യക്തി
നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വ്യക്തി അത് ധർമ്മത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ശരീരത്തിലെ മാംസം, സ്നായു, അസ്ഥികൾ അതുമാത്രമായിട്ട് തീരട്ടെ, എനിക്ക് സന്തോഷമാണ്. എൻ്റെ ശരീരത്തിലെ രക്തവും മാംസവും ഇല്ലാതായിക്കോട്ടെ. ഒരു മനുഷ്യൻ്റെ ബലത്താൽ, വീര്യത്താൽ, പ്രയത്നത്താൽ എന്തൊന്ന് നേടാൻ സാധിക്കുമോ അത് നേടാതെ ഞാൻ ഒരിക്കലും വിശ്രമിക്കില്ല. ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ശാസ്താവിൻ്റെ ധർമ്മത്തെ അഭ്യസിക്കുന്ന, ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്ന ഒരു ശ്രാവകന് ഈ 2 ഫലങ്ങളിൽ ഒരെണ്ണം നേടാവുന്നതാണ്. ഈ ജന്മത്തിൽ തന്നെ അർഹന്തൻ്റെ ഫലം, അല്ലെങ്കിൽ അല്പം ആസവം ബാക്കിയുണ്ടെങ്കിൽ അനാഗാമി ഫലം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനങ്ങളിൽ തൃപ്തരായി ഭഗവാൻ പറഞ്ഞത് അതിനെ അനുമോദിച്ചു. കീടാഗിരി സുത്തം നിഠിതം. അതിനാൽ സുഹൃത്തുക്കളെ, ദിവസം ഒരു നേരം ഉള്ള ഭക്ഷണം അത് നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ആത്മീയ ജീവിതത്തിനും വളരെയധികം ഗുണപ്രദമാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേമാതിരിയുള്ള കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.